ഐ ഡോണ്ട് സേ ഈ പ്രശാന്ത് ജയത്തിലെ ഇതിനകത്ത് മെറിറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം അതൊരു പേഴ്സണൽ ഫൈറ്റാണ് അവരുടെ. സംതിങ് ഹാപ്പൻ ബിറ്റ്വീൻ ദം. പ്രശാന്ത് ഫയൽ ഹാൻഡ് ഓവർ ചെയ്തില്ല എന്നുള്ള വാർത്ത പുറത്തു വന്നു. ഈ വാർത്ത വന്നത് എങ്ങനെയാണ്? വിവരാവകാശ നിയമപ്രകാരം ഒരു ചാനൽ അപേക്ഷ കൊടുത്തിട്ട് അവർക്ക് ഈ ഉത്തരം കിട്ടി. അത് കൊടുക്കരുതായിരുന്നു എന്നുള്ളതാണ് പ്രശാന്തിൻ്റെ കൂടെയുള്ള മറ്റ് IASകാരുടെ ആർഗ്യുമെൻറ്റ്. കാരണം ഇറ്റ് ഈസ് ആൻ IAS to IAS ഇഷ്യൂ. യു ഷുഡ് നോട്ട് ഹാവ് ഗിവൺ ഇറ്റ് ടു ദ പബ്ലിക്. ഇതാണ് ഒരു പക്ഷേ സ്ട്രിക്ട്ലി അത് ശരിയായിരിക്കാം. ആ ആക്റ്റിൽ തന്നെ പ്രൊവിഷൻസ് ഉണ്ട്. നിങ്ങളുടെ ഒഫീഷ്യൽ സീക്രട്ടാണ്, നിങ്ങൾ പുറത്ത് പറയേണ്ട. ഡിഫൻസ് ഡീലിങ്സ് ആണ് പുറത്ത് പറയേണ്ട. അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ഇരിക്കുന്ന ഒരു കേസിൻ്റെ കാര്യമാണ് പുറത്ത് പറയേണ്ടത്. ഇതെല്ലാം RTA ആക്റ്റിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ഇൻഫർമേഷൻസാണ്. അതിൽ പെടുത്തിയിട്ട് കൊടുക്കേണ്ട. ഇപ്പം ജയത്തിലെ ഒരു പക്ഷേ ഇവനിട്ടൊരു പാര കൊടുക്കണം, അതും കൊടുത്തേക്കടാ എന്ന് പറഞ്ഞു കാണും. ഇങ്ങനെയൊക്കെ സംഭവിക്കാം IASകാർ തമ്മിൽ. ബട്ട് ഇതൊന്നും പുറത്ത് വരാതെ ഇതും ഇതിലപ്പുറമൊക്കെ IASകാർ തമ്മിൽ സംഭവിക്കുന്നുണ്ട്. അത് നമ്മളുടെ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ സർവീസ് സ്റ്റോറി, ബാബു പോളിൻ്റെ ആത്മകഥ, അതിനെന്തായിരുന്നു പേര്? ഐ ഡോണ്ട് റിമെമ്പർ. അയ്യോ, എൻ്റെ വലിയ ആരാധ്യ സുഹൃത്തായിരുന്നു ബാബു പോൾ. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് ഞാൻ ഇപ്പം മറക്കും. ഇതൊക്കെ വായിച്ചാലുണ്ടല്ലോ ഇത്തരം തമാശകളൊക്കെ അന്ന് നടന്നത് മുഴുവൻ അവരെഴുതി വെച്ചിട്ടുണ്ട്. ഇതിലും കടുപ്പപ്പെട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ബാബു പോളിൻ്റെ ജൂനിയറായിട്ട് തമിഴൻ ശ്രീനിവാസൻ എന്ന് പറഞ്ഞിട്ട് സീനിയറായിരുന്നു തോന്നുന്നു, ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. ബാബു പോൾ ഇടുക്കിയിൽ ചാർജ് എടുക്കാൻ പോയപ്പോൾ ബാബു പോളിനെ സ്വീകരണം, ശ്രീനിവാസന് സെൻഡ് ഓഫ്. ഇപ്പോൾ ശ്രീനിവാസൻ തമിഴനാണ്. ശ്രീനിവാസൻ തമിഴിൽ പ്രസംഗിച്ചു. നാട്ടുകാരോട് പറഞ്ഞു, ഇവിടെ ഇടുക്കിയിലെ ജോലികൾ ആവുന്നത്ര ഞാൻ മുടിച്ചിട്ടുണ്ട്, ബാക്കി എൻ്റെ സ്നേഹിതൻ ബാബു പോൾ മുടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇത് ബാബു പോൾ സാർ എഴുതിയിട്ടുണ്ട് അതിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ IASൽ സംഭവിക്കുന്നുണ്ട്. രസമുള്ള കാര്യങ്ങൾ, അത്ര രസമില്ലാത്ത കാര്യങ്ങൾ, അസൂയ, കുതികാൽ വെട്ട്, പ്രൊഫഷണൽ ജലസി, ഇതെല്ലാം ഉള്ള സ്ഥലമാണ്. എല്ലായിടത്തും ഉണ്ട്, IASലും ഉണ്ട്. വാട്ട് ഈസ് സോ ബിഗ് അബൌട്ട് ദാറ്റ്? അതിന് ഈ മനുഷ്യൻ ഫേസ്ബുക്കിൽ കയറി എഴുതുന്നത് മര്യാദകളാണ്. സ്ട്രിക്റ്റ് ഐ ഡോണ്ട് നോ ദെയർ സർവീസ് റൂൾസ്. സർവീസ് റൂൾ വേറൊരു കാര്യമാണ്. സാമാന്യ മര്യാദ എന്ന് പറയുന്നത് എല്ലാവർക്കും ആപ്ലിക്കബിളാണ്. സർവീസ് റൂളില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എഴുതിയിട്ടില്ല, അതുകൊണ്ട് എന്തും ചെയ്യാം എന്ന് ധരിക്കരുത്. ഈ സർവീസ് റൂളൊക്കെ തയ്യാറാക്കുമ്പോൾ ഫേസ്ബുക്കും ഇല്ല, വാട്സാപ്പില്ല, ഒന്നുമില്ല. പക്ഷേ അത് ഒരു തഞ്ചമായിട്ട് കണ്ടുകൊണ്ട് പ്രശാന്ത് പെരുമാറിയത് ശരിയായില്ല. ജയതിലകാണ് ഈ വാർത്ത റൈറ്റ് ടു ഇൻഫർമേഷൻ വഴി കൊടുത്തതാണെങ്കിൽ പോലും അതും ശരിയായില്ല. പക്ഷേ ഇത് മന്ത്രിമാരുടെ പിടിപ്പുകേടാണ്. സത്യം പറഞ്ഞാൽ മന്ത്രിമാർക്ക് സ്വയം അവരുടെ അധികാരം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പലർക്കും ചിലരൊക്കെ ആ സീറ്റിൽ വരുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നത്. കാരണം അയാളെ അസേർട്ട് ചെയ്യും അയാളുടെ അധികാരം. അപ്പോൾ നമ്മൾ അമ്പട്ടാ കൊള്ളാമല്ലോ ഇവൻ എന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോഴാണ്. യു ഹാവ് ടു അസേർട്ട് യുവർ അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി. പ്രശാന്ത് പറയുകയാണെന്ന് വെച്ചോ, സാറേ അത് സർക്കാരിനെതിരെ എഴുതാൻ പാടില്ലെന്നേ ഉള്ളൂ, കൊളീഗിനെതിരെ എഴുതാം. അതുകൊണ്ടാണ് ഞാനാണ് മിനിസ്റ്ററെങ്കിൽ ഞാൻ പറയും, ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എനിത്തിങ്, യു ഡിലീറ്റ് യുവർ ഫേസ്ബുക്ക് അക്കൗണ്ട് ഓർ ഫേസ് സസ്പെൻഷൻ. ദിസ് ഈസ് ദ ആൻസർ. ദാറ്റ് ഈസ് അഡ്മിനിസ്ട്രേഷൻ. ഇതിപ്പോൾ വെറുതെ നട്ടിലില്ലാത്ത മന്ത്രിമാർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് പ്രസംഗിച്ച് സൂചിച്ചിങ്ങനെ അങ്ങ് നടക്കുകയാണ്.